मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഈ പിള്ളേര് ഭയങ്കര വികൃതികളായി. ഇവരെ തനിച്ചാക്കി എങ്ങനെയാ ട്രിപ്പിന് പോകുന്നത്? തുണിക്കടയിലെ ജിലേബി കട ഓപ്പൺ ചെയ്യാൻ പോവാണോ മിസ് കാട്ട്കർ? തനിയെ നിങ്ങൾ തന്നെ എന്താ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ക്ലാപ്സ് പ്ലീസ്. എന്താ ഒരു തീരുമാനത്തോടെ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. നീ മിസ് കാട്ട്കറിന്റെ കയ്യില് അടിമേടിക്കാൻ വന്നതാണോ? കണ്ടാൽ മനസ്സിലാവുന്നല്ലേ അവരെന്തുമാത്രം ദേഷ്യത്തിലാ നിൽക്കുന്നതെന്ന്. എന്ത് പറ്റി മിസ് കാട്ട്കർ? ഈ പിള്ളേര് ഭയങ്കര വികൃതികളാണെന്നേ. ഐസുരിക്കാ വെള്ളമാവും. അതുപോലെ കുട്ടികൾ എന്തായാലും കുറുമ്പ് കാണിക്കുമല്ലോ അല്ലേ? നോക്കിയേ, നീ എന്തുമാത്രം ക്ലാപ്സ് മേടിക്കും. നീ കഴിഞ്ഞ ജന്മത്തിൽ കവിയോ വല്ലതായിരുന്നു. ഞാൻ എത്ര ടെൻഷനിലാണെങ്കിലും ഇവർക്ക് ആ സമയത്ത് കവിത വരും. നോക്കൂ ഗന്ന സർ, ഞാൻ ഓഫീസിലെ കാര്യത്തിനായി ഒരു ദിവസം പുറത്തു പോയിരുന്നതാ. എനിക്കാണെങ്കിൽ രാത്രി പിള്ളേരെ തനിച്ചാക്കി പോവാനും മടിയാ. അവർ വീട് കൊളാക്കി തരും. വെള്ളം ചൂടാക്കണമെങ്കിൽ ഹീറ്റർ ഉപയോഗിച്ചോളൂ. ഇവിടെ വാ, അവർക്ക് വെള്ളമല്ല ചൂടാക്കേണ്ടത്, പിള്ളേരാണ് പ്രശ്നം. നിന്റെ ബുദ്ധിക്ക് കുറച്ച് ജോലി കൊടുക്ക. ചേട്ടാ, എന്റെ കവിത ഒന്ന് പറയാൻ സമ്മതിക്ക്. പ്രോബ്ലം സോൾവ് ആവും. ഒന്ന് വേഗം പറയൂ, എനിക്ക് പോകണം. വെള്ളം ചൂടാക്കണമെങ്കിൽ ഹീറ്റർ വെച്ചോളൂ. പിന്നെ കുട്ടികളെ നോക്കാൻ നിങ്ങൾ ബേബി സിറ്റർ വെച്ചോളൂ. ക്ലാപ്സ് പ്ലീസ്. ബേബി സിറ്റർ, ബേബി സിറ്റർ, ബേബി സിറ്റർ. അതെന്തായാലും കൊള്ളാം. നിങ്ങൾ നല്ല ഐഡിയ നൽകിയത്. ഇപ്പൊ ഇയാള് പറഞ്ഞ ഐഡിയക്ക് ഞാനൊരു അടിപൊളി ഐഡിയ പറഞ്ഞുതരാം. കേക്കൂ, നിങ്ങൾക്ക് ആവശ്യമായുള്ള ബേബി സിറ്റർ എന്റെ കയ്യിലുണ്ട്. ഓ, എങ്കിൽ അവരെ ഒന്ന് വീട്ടിലേക്ക് അയക്കൂ. ഞാനിപ്പോൾ ഓഫീസിലേക്ക് പോകുന്നു. ഇന്ന് അവിടുന്ന് വൈകിട്ട് ട്രിപ്പിന് പോകും. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ബേബി സിറ്റർ ആണെങ്കിലേ കളിക്കാൻ വിടില്ല, കുർത്തക്കേട് കാണിക്കാൻ പറ്റില്ല, സമയാസമയം കഴിക്കണം, സമയാസമയം കിടന്നുറങ്ങണം, അല്ലെങ്കിൽ ചെന്ന് കംപ്ലൈന്റ് ചെയ്യും. അയ്യോ, അത് തീർന്നു. ഇന്ന് രാത്രി എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചതാണ്. ഇപ്പൊ ബേബി സിറ്റർ അതും ചെയ്യാൻ സമ്മതിക്കില്ല. എനി ഡൗട്ട്? നന്ദു, എല്ലാവരുടെയും സുഹൃത്ത്. ബോർ അടിപ്പിക്കാത്തൊന്നും പോയി തരുവോ? ബേബി സിറ്റർ വന്നോണ്ട് ഞങ്ങൾ അതിന്റെ ടെൻഷനിലിരിക്കുക. മൂഡ് പോയി. ഓ നന്ദു, ഞാനാണ് നിങ്ങളുടെ ബേബി സിറ്റർ. നീ എപ്പോ മുതലാ ബേബി സിറ്റർ ആയത്? ഇന്നലെ തൊട്ട് ഞാൻ ബോബിയുടെ പിള്ളേരെയാ നോക്കിക്കൊണ്ടിരുന്നത്. നിന്റെ കണ്ണെന്താ ഇങ്ങനെ വീങ്ങിയിരിക്കുന്നേ? ഇന്നലെ ഞാൻ ബോബിയുടെ പിള്ളേരെ നോക്കിയിരുന്നില്ലേ, അതിനവര് ആശംസിച്ചതാ. നല്ല ബലമായിട്ട് തന്നെ ആശംസിച്ചതാ. ആശംസിക്കല്ല, ഇടി തന്നേനെ. നീ ബേബി സിറ്റിംഗ് മര്യാദക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ നമുക്ക് മാത്രം ബേബി സിറ്റിങ്ങിന്റെ ആവശ്യം എന്താ? ഇവൻ നമ്മുടെ നന്ദുവാണ്. നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാമെന്നേ. ഓ നന്ദു, ഞാൻ ജോലിയിൽ ഒരു തെറ്റും കാണിക്കത്തില്ല. ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കില് ഗഡ്കറി മാഡത്തിനെ വിളിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും. എടാ നന്ദു, നീ ട്രെയിനല്ല, പ്ലെയിനും അല്ല, ബാൻഡ് അല്ല. അങ്ങനെയാണെങ്കിൽ ആരാ? നീ ഫ്രണ്ട് ആണ്, ഫ്രണ്ട്. ഇന്ന് എല്ലാ ഫ്രണ്ട്സും ചേർന്ന് പാർട്ടി ചെയ്യാം. ഇപ്പൊ എന്റെ തലയിൽ ഒന്നും വരുന്നില്ല, പക്ഷെ ഞാൻ കഴുതയല്ല. അതെ, കഴുത ഞാനാണല്ലോ. അതെ, പക്ഷെ ബണ്ണിക്ക് ഞാൻ ആരാന്ന് മനസ്സിലായിട്ടില്ല. ഞാനാണ് ബേബി സിറ്റർ. മിണ്ടാതെ ഞാൻ പറയുന്നത് കേട്ടോളൂ. ആദ്യം എല്ലാരും പോയി ഉറങ്ങ്. ഓക്കേ. ക്ലാസിക്കൽ മ്യൂസിക് എനിക്ക് വളരെ ഇഷ്ടമുള്ളതാ. എന്താ, കൊള്ളൂലേ? നിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തോന്നുന്നു. മര്യാദയ്ക്ക് ഇത് ഓഫ് ചെയ്യും, ഞങ്ങൾ ഉറങ്ങാൻ വിട്. ലൈറ്റും മ്യൂസിക്കും ഇല്ലെങ്കിലേ എനിക്ക് ഉറക്കം വരില്ല. അവൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഉറങ്ങി. നന്നായി. അവന്റെ സൗണ്ട് ഷോ ഇപ്പൊ ഓഫ് ചെയ്തിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാം. ലൈറ്റ് ഓൺ ചെയ്യ്. എന്തിനാ ഇങ്ങനെ പേടിപ്പിക്കുന്നേ?
പേടിപ്പിച്ചതല്ല, ഞാൻ പേടിച്ചതാ. ലൈറ്റ് മ്യൂസിക് ഇല്ലെങ്കില് എനിക്ക് പേടിയാ. നീ എന്തിനാടാ മണ്ട ചിരിച്ചോണ്ടിരിക്കുന്നേ? എനിക്ക് പേടിയാവുമ്പോ ഞാൻ ചിരിക്കും. അപ്പൊ ചിരി വന്ന് എന്ത് ചെയ്യും? അപ്പൊ ഞാൻ അലറും. ലൈറ്റും മ്യൂസിക്കും ഇട്ടോളൂ. അതെ, അപ്പൊ ഞങ്ങൾ എങ്ങനെയാ ഉറങ്ങാനാ? ഓക്കേ, എന്നാ ലൈറ്റ് കിടക്കട്ടെ. മ്യൂസിക് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ താലാട്ട് പാടൂ. അതെ, നീയാണ് ബേബി സിറ്റർ. ഔ, ഞാൻ ഇരിക്കുമ്പോഴാ ഞാൻ ബേബി സിറ്റർ. ഇപ്പൊ ഞാൻ കിടന്നത് കാരണം ഞാൻ ബേബിയാ. താലാട്ടൊന്ന് പാട് പ്ലീസ്. ഉറങ്ങ മോനെ ഉറങ്ങ്, ഉറങ്ങന്റെ ഓമനെ. ഉറങ്ങ മോനെ ഉറങ്ങ്, ഉറങ്ങന്റെ ഓമനെ. ഉറങ്ങ മോനെ ഹലോ, നീ എന്തിനാ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നേ? ഞാനൊന്നും ശബ്ദം ഉണ്ടാക്കിയില്ല. അത് ഞാൻ കൂർക്കം വലിച്ചതാ. നീ എന്റെ ഉറക്കം നശിപ്പിച്ചടാ. ആ ദൈവം ശിക്ഷിക്കാൻ വിചാരിച്ച ഈ നന്ദിനി ഇവിടെ അയക്കും. എനി ഡൗട്ട്? നന്ദു, നീ ലൈറ്റ് മ്യൂസിക് ഇട്ട് ഉറങ്ങ. അല്ല, അപ്പൊ ഞങ്ങൾ എങ്ങനെ ഉറങ്ങാം? നമുക്ക് ഡ്രോയിങ് റൂമിൽ ചെന്ന് ഉറങ്ങാൻ പാ. ഇപ്പൊ എന്താ? എനിക്ക് ടോയ്ലറ്റിൽ പോണം. എന്നാ പോ. തനിച്ചു പോവാൻ എനിക്ക് പേടിയാ. നിന്നെ ആരാണ് ബേബി സിറ്റർ ആക്കിയത്? ഓ, ഞാൻ തന്നെ ആയതാ. വേഗം വിളിച്ചോണ്ട് പോവും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ പോവും. ബാത്റൂം അവിടെ ഉണ്ട്. പോ, ഞാൻ പുറത്ത് നിൽക്കാം. ആ. കളിക്കാനുള്ള സമയം വന്നു. ഞങ്ങളെ ഉറങ്ങാൻ സമ്മതിക്ക്, ഇല്ലെങ്കിൽ നിനക്കൊരു ചവിട്ടങ്ങ് തരും. പിന്നെ നിനക്ക് ഇരിക്കാൻ പോലും പറ്റാതെ ആവും. പറഞ്ഞേക്കാം. ഞാനൊരു ബേബി സിറ്ററാ. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോളാം. കളിക്കുന്നത് ദേഹത്തിന് നല്ലതാ. നിങ്ങൾ സ്ട്രോങ് ആകും. എണീക്കൂ, പോവൂ, കളിക്കൂ. വരൂ, പോയി അന്താക്ഷരി കളിക്കാം. നീ ചീറ്റർ അല്ല, ഹീറ്റർ അല്ല, മീറ്റർ അല്ല. തുറന്നു പറയുകയാണെങ്കിലേ നീ ബേബി സിറ്ററും അല്ല. ഔ, ഞാൻ ബേബി സിറ്ററാ. നീ എവിടുത്തെ ബേബി സിറ്ററാ? ഈ ചെറിയ കാര്യം പോലും അറിഞ്ഞില്ലല്ലോ. ഹെൽത്ത് ആയിട്ട് നിൽക്കാൻ ഔട്ട്ഡോർ ഗെയിംസ് ആണ് നല്ലത്. നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. എന്റെ കൂടെ വാ. ഓക്കേ. നീ 10 ലക്ഷം വരെ എണ്ണ്. ആ സമയം കൊണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും ചെന്ന് ഒളിക്കും. ഓക്കേ. മണ്ട, 10 ലക്ഷം വരെ അല്ല, വെറും 10 വരെ എണ്ണുള്ളൂ. എടാ കഴുതേ, ഞാൻ മനഃപൂർവ്വം 10 ലക്ഷം എണ്ണാൻ പറഞ്ഞത്. അപ്പോഴല്ലേ കുറച്ച് സമയങ്ങളെ ഉറങ്ങാൻ പറ്റുള്ളൂ. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിനക്ക് ബുദ്ധിയില്ലല്ലോ. നിനക്കെങ്കിലും ബുദ്ധി ഉണ്ടല്ലോ. എല്ലാവരും ഓരോ സ്ഥലത്ത് പോയിട്ട് ഒളിഞ്ഞിരുന്ന് ഉറങ്ങിക്കോ. നന്ദു തേടിക്കൊണ്ടേ ഇരിക്കട്ടെ. ഹേയ്, ഞാനും വരട്ടെ. ഹേയ്, ഞാൻ വരട്ടെ. ഹേ. 8, 9, 10. ഞാൻ വരട്ടെ. ഓ, എവിടെ പോയിരിക്കാം അവര്? ഇവൻ ബേബി സിറ്റർ അല്ല, മൈൻഡ് ഈറ്റർ ആണ്. തലച്ചോറ് തിന്നുക. ഔ, ഞാനൊരു മണ്ടനാ. പക്ഷെ കഴുതയല്ല. ഒളിഞ്ഞു കിടന്ന് ഉറങ്ങാൻ നോക്കിയതല്ലേ. കഴുതെന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം ഓർമ്മ വന്നത്. കഴുത പന്ത് വെച്ച് കളിക്കും. വേണ്ട വേണ്ട, നിങ്ങൾ എല്ലാവരും കൂടി എന്നെ മാത്രമേ അറിയുള്ളൂ. ഇല്ല, ബോൾ ആരുടെ കയ്യിലാണോ ഉള്ളത് അവർക്ക് മാത്രമേ അടിക്കാൻ കഴിയുള്ളൂ. സ്റ്റാർട്ട്.
നന്ദു, നീ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? എതിരാളി പോലും നിങ്ങൾ ചെയ്തത് ഞങ്ങളോട് ചെയ്യത്തില്ല മേഡം. എനി ഡൗട്ട്? ഞങ്ങൾക്ക് ഈ നന്ദു കാരണം രാത്രി മുഴുവൻ ഉറങ്ങാൻ പറ്റിയില്ല. അത് മാത്രമല്ല അടിയും കിട്ടി. പക്ഷേ ഈ നന്ദു എന്തിനാ ഇവിടേക്ക് വന്നത്? ഞാനൊരു ചെറിയ കുഞ്ഞ് ബേബി സിറ്റർ ആണ്. ഞങ്ങള് ബേബി സിറ്റിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് നന്ദുവിനെ മാത്രമേ കിട്ടിയുള്ളൂ. സത്യം പറഞ്ഞാൽ ഞങ്ങളാണ് ഇന്നലെ ഇവനെ ബേബി സിറ്റിംഗ് ചെയ്തത്. ഓ, എന്നോട് ക്ഷമിക്കൂ കുട്ടികളെ. എന്നോട് ഡോക്ടറാ പറഞ്ഞത് നല്ല ബേബി സിറ്റർ ഉണ്ടെന്ന്. അത് നന്ദു ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പിള്ളേരെ. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ ഗുഡ് മോർണിംഗ്? നിങ്ങൾ നന്ദുവിനെ ആയിരുന്നോ ബേബി സിറ്റിങ്ങിന് അയച്ചിരുന്നത്? അതാ നോക്ക്, എന്റെ പിള്ളേരുടെ അവസ്ഥ കണ്ടില്ലേ? എടാ വട്ടം നന്ദു, അത് അവനാ കാരണക്കാരൻ. രക്ഷിക്കണേ.